ഉണ്ട് ഷൂട്ടിംഗ് ഉണ്ട്. വേറെ ഒന്നും നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ വയലിൽ ഞാറ് നടലും പിന്നെ കള പറിക്കലും അങ്ങനെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് സൗണ്ടിന് നല്ല കുറവാണ്, എല്ലാവരും ക്ഷമിക്കണം. പിന്നീട് ഇവിടെ നല്ല കാറ്റുമുണ്ട്. ഞാൻ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫുള്ളും. എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതാണ് നമ്മുടെ വയൽ. ഇവിടെ രാവിലെ തന്നെ ജോലിയെല്ലാം തുടങ്ങിയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഏകദേശം 10-11 മണിയായി. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണാം. ഇവിടെയൊക്കെ ഈ സൈഡിലെല്ലാം വേണ്ട ഇങ്ങനെ ഞാറ് നടുന്നുണ്ട്. നമ്മളിനി പോകാൻ പോകണം. നമ്മളിതാ ഇവിടെയാണ്, നമ്മളെ പരിപാടി ഇവിടെയാണ്. നോക്കി 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 ഇറങ്ങേ. ഇതാണ് നിന്റെ വെള്ളച്ചാട്ടം. എവിടെ പോണേ? നടന്ന് നോക്കി നോക്കി ചെരുപ്പ് ഇട്ടിട്ടോ. തുടക്കം തന്നെ വീണു. ഇവിടെ എന്തോ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്. ഇത് വയലിൽ ഇതിപ്പോൾ ഞാറിറക്കാനായിട്ട് കണ്ടം സെറ്റാക്കുവാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് എന്തായാലും അവർക്ക് ചോദിക്കാം. ഇതെന്തിനാണ് പരിപാടി? ഇത് നടാനായിട്ട് ഇതാക്കുക. കണ്ടം റെഡിയാക്കുവാണല്ലേ? നീ ഇതിനകത്ത് ഇനി ഞാറ് ഇടാവൂല്ലേ? ഇത് എന്തെന്നാണ് ഇത് പറയുന്നത്? ഈ പരിപാടിക്ക് ഇതെന്തെന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതിന്? കൊത്തി കലക്കുന്നത്. അതിവിടെ കൊണ്ടുപോകണം. ഫോട്ടോ വന്നേ, ഫോട്ടോ. ആക്ഷൻ കാണിച്ച് ഇപ്പൊ അങ്ങോട്ട് വീടാണ്. അതിൽ വഴി കയറി. ഈ വലിയ കള പറിച്ചിട്ട് അതെല്ലാം ചെളിയിൽ ചവിട്ടിത്താക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആണോ? അമ്മാമ്മ നമുക്ക് കാണിച്ചു തരുന്നു. കേട്ടോ, ചവിട്ടിത്താത്ത്. ഞാറ് വെച്ചു. വഞ്ചില ഇതിനൊക്കെ ഇങ്ങനെ നിൽക്കുമോ? അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഈ അല്ലാത്തത് മാത്രം അല്ല, അത് അങ്ങ് നടാൻ വിരിക്കപ്പോഴേ അങ്ങ് വെള്ളം ഇല്ലാതിരിക്കപ്പോൾ അങ്ങ് പട്ടു. വാവ്,
ഏത് പെണ്ണുങ്ങളോട് ഞങ്ങൾ ചെന്ന് ചേർന്ന് മക്കളെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എവിടെ കിട്ടിയങ്ങളെ ഈ അമ്മമാരെന്ന് ചോദിക്കും. അന്നേരം പറയണം അമ്മമാരല്ല, അവരെല്ലാം ചെറുപ്പക്കാർ തന്നെ. ചെറുപ്പക്കാരിയോ എൻ്റെ മോനെ എൻ്റെ കാലേ. ഉള്ള പിള്ളേർക്ക് അങ്ങനെയൊന്നും അറിഞ്ഞൂടല്ലോ. എല്ലാം നീ പോ പഠിത്തം ഉണ്ടെന്നും പറഞ്ഞ് വിവരമില്ല. മതിയാ എടുക്കാൻ മതിയാ. എന്തെടുത്താ എന്തോ എടുത്തില്ലെങ്കിലാണ് എവിടെയെങ്കിലും വെച്ച് കാണാതെ അപ്പോൾ പറയും ഈ അമ്മമാരെവിടെയാണ് ഞാനും നമ്മളും നിന്ന് കളയെടുത്തത്. ഈ കർഷക ശ്രീയും കൂടെ കിട്ടാൻ കുറവേ വലിയ കൃഷി ഓഫീസർമാർ നടാമെന്നായിരിക്കും നമ്മൾ നട്ട് കാണിച്ചു കൊടുത്തായിരിക്കും അവർക്ക്. 4 വരെ ആയി. 4 വരെ ആയല്ലോ. 4 വരെ അങ്ങനെ 5 വരെ ആയി ഇപ്പം. ശരി 4 വരെ എടുത്തോണ്ട് വൈകിട്ടാണ് അടി. 700 ചൂടുണ്ട്, നല്ല ചൂട്. തലയിലെടുത്ത് അങ്ങനെയാണോ മക്കളെ? മാമാരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നു. നമുക്കിനി ഞാറ് നടുന്ന പരിപാടിയാണ്. മക്കളെ മാറിയെന്നോ മാമ നമുക്കിനി കാണിച്ചു. നമ്മളെ പേര് ഞാൻ പറഞ്ഞു, എന്തെന്നായിരുന്നു പേരെന്തെന്നായിരുന്നു? ശാന്ത മാമ നമുക്ക് കാണിച്ചു തരും. നിക്കേ കണ്ട് കണ്ട്. ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. അങ്ങനെ നടന്നു തീർന്നല്ലേ? അവിടെ എന്തോ കുറച്ച് കൂടി നിന്ന് മിഷീന് നടുമ്പോ അങ്ങനെ കൂടി കൂടി വരുമല്ലേ? ടാർപ്പയിലാണ് പാലി എടുക്കുന്നത്. അത് ടാർപ്പയിൽ കുറേശ്ശെ ടാർപ്പോട് കൂടി കണ്ടിച്ചാണ് മെഷീനകത്ത് കൊടുക്കുന്നത്. അപ്പോഴും ചിലപ്പോൾ നട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇളവിഞ്ഞ് വീഴും. അങ്ങനെ വീഴുന്നതാണ് ആ മൂട്. കാല് ഫുള്ളും പകുതി വെള്ളത്തിലാണ്. നമ്മളവിടെ കൂടെ വന്ന ആള് ദോ വിളിച്ചിരിക്കുന്നു. അവങ്ങ് കയറി. കുറേ നേരം അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ട് ഇപ്പൊ അവങ്ങ് കയറി ദോ ഇരിക്കുന്ന കേട്ടോ. അമ്മമാരുടെ പേരൊക്കെ എന്ന് പറഞ്ഞ? എന്റെ പേര് സിലോചന. അമ്മ ബിന്ദു, ശാന്തമ്മ. നമുക്ക് എങ്ങനെയാണ് മുറുക്കണ്ടേന്ന് ക്ലാസ് എടുത്ത് പൊയിലെടുത്തല്ലേ? വായിച്ചോ, അതിനെന്ത് വെച്ചോ. ആകെ ചുണ്ണാമ്പ് പറ്റില്ലേക്ക് വേണ്ടേ? അതൊക്കെ മുമ്പേ വെച്ചാ ഇത് വേണ്ട. ഇനി നമ്മള് പറഞ്ഞ നിന്നെ എടുത്ത് വെക്കണ്ട. വേണ്ട ചുണ്ണാമ്പൊക്കെ ടേസ്റ്റാണ് കാണിച്ചത്. അതിന്റെ അതിനെത്തിട്ട് സൂപ്പറായിട്ട് മടക്കി ഇനി ഒന്നുകൂടെ ഉണ്ട്. അതിനടുത്തതെന്തോ പോയില്ലേ? അണ്ണാ കിട്ടിയാ? കിട്ടി 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 കിട്ടി. വെള്ളം എട്
കുടിക്കട്ടെ ആ കുടിച്ചോ. വെള്ളം കുടിക്കുന്നത് നമ്മൾ മേടിച്ചു. ഇനി എന്തൊക്കെ ഉണ്ടോ? പൊന്നു മക്കളെ നിങ്ങൾക്ക് ഇത് തോന്നിയല്ലോ പാവപ്പെട്ട ഞങ്ങളെ ഫോട്ടോ എടുത്ത്. ആ നമ്മള് വെറുതെ വീട്ടിൽ നിങ്ങളെങ്ങനെ ചെയ്യുന്നുണ്ടോ എടുത്ത്. നോക്കട്ടെ ഞങ്ങള് കാണട്ടെ. ആ എടുത്തിട്ട് കുത്തി നോക്കൂല്ലേ. കിട്ടി. അത് ഫുള്ള് നടണമല്ലേ? അതൊക്കെ നടണമല്ലേ? അത് നടാനുള്ളതാണ്. അത് ഞാറാണ്. അത് ഞാറ് പാഴ് മെഷീനിൽ നട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് വരും നമ്മളെ നടവ് കേട്ടോ. ഓ ഇത് ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. നല്ല ഗ്യാപ്പ്. ഇങ്ങനെ വരും നടവ്. ഇങ്ങനെയാണ് നടുന്നത്. ഇത് വണ്ടിയിലാകുമ്പോഴത്തേക്ക് വരി വെച്ച് പോകുമ്പോഴത്തേക്ക് ആ വരിക്ക് നട്ടുണ്ടെങ്കിൽ പോവുകയുള്ളൂ. അങ്ങനെ വന്നതാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. കാക്ക നെല്ല് കാക്ക നടന്നു. ആ ചെളി നടന്നല്ലേ. ചെളി താരുന്നുണ്ടല്ലേ. ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇവിടെ എല്ലാം നടാല്ലേ ഈ സൈഡില്. നട്ടെങ്കിലേ നമുക്ക് ഇപ്പോഴേ എൻ്റെ തല കാണാൻ. ഇതിനെ വളം നട്ടപ്പിച്ചു. നട്ടോ നട്ടോ. കഴിവിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ എടുത്തിട്ട് പുഴുതെടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ട് അടിച്ച് അതിൻ്റെ തൊളി പോക്കി എടുക്കും. എങ്കിലേ നടാത്തോളൂ. ഇല്ലെങ്കിൽ മതിയാ മതിയാ എടുത്തോണ്ടിരിക്കുക. മുമ്പിലോട്ട് തിരിഞ്ഞില്ലേ ഒച്ചണ മൂടുകയും താഴെ വരമ്പിലേക്ക് പോട്ടും. അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെ നിൽക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടത്തിരിക്കണം. അവിടെ ഇല്ലേ ഇവിടെ ഇത് അവിടെ രണ്ട് നെരി അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഇങ്ങനെ നമ്മളെ കൊച്ചുങ്ങളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കും. പഠിക്കാൻ പറ്റൂലൊക്കെ. ഇക്കാക്ക നട്ടിട്ട് വരുന്നു. ഇതാണ് ഞാറ് ഞാറ് ഞാറ്. ഈ ഞാറ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. എങ്ങനെ ഞാറ് നടാം. നട്ട് പഠിച്ചു. നടയും ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇത് പരാതി പറച്ചില്ല, നമ്മളൊന്നും ചെയ്യത്തില്ല. കേറുന്നു. എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ ചോറ് കഴിക്കാൻ പോകണം. അവിയലും ചോറ്, തോരനും ചോറ്. ഇനി അടുത്തത് പൊട്ടിക്കട്ടെ. എങ്ങനെയാണ് സ്പെഷ്യലൊക്കെ നമുക്ക് കാണാം. ഇഡലി ഉണ്ട്, ഒരാൾക്ക് ഇഡലി ഉണ്ട്, സാമ്പാറ്. അമ്മൂമ്മക്ക് എന്തുണ്ട്? അമ്മൂമ്മ
പുതിയ ഇളക്കാൻ വയ്യ. രണ്ടുപേർക്കും ഒരേ ഇതാ അവിയൽ. അവിയലുണ്ട്, ഇഞ്ചി കൂട്ടാനുണ്ട്. കൂട്ടാനുണ്ട്, ചോറ് എല്ലാം ഉണ്ട്. സെറ്റ്. ഒരു സാമ്പാർ ഒരെണ്ണമുണ്ട്. സാമ്പാറുണ്ട്. ഇരിക്കും. നമ്മളൊന്ന് ക്ഷീണമൊന്ന് മാറിയിട്ടൊക്കെ പോകാം. പതുക്കെ പോകാം. അപ്പോൾ നിങ്ങൾ കഴിക്കും. അതെ, അമ്മൂമ്മ ഒറ്റയ്ക്ക് മാറി ഇന്ന് കഴിക്കുന്നു. കഴിച്ചോ? കഴിക്കൂ. ഞങ്ങളങ്ങ് പോയിട്ട് വരാവേ. നമ്മള് വീട്ടിൽ പോയിട്ട് വരാം. എന്നെ പോയിട്ട് വരാം കേട്ടോ. നിന്ന് ക്ഷീണിച്ചവൻ വേണ്ട ജോലി ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെളി വാരി തേക്കുന്ന അടപ്പുറത്ത്. ഞാൻ ഇറങ്ങിയില്ലല്ലോ ഇവിടെ. നീ എവിടെ ഇറങ്ങി? കള്ളൻ. ജോലിക്കള്ളൻ സ്പോട്ടഡ്. ജോലിക്കള്ളൻ. എടാ നീ കുറച്ച് ചെളി മുഖത്തൊക്കെ തേക്ക്. ഇവിടെ മുഖത്തൊക്കെ തേക്ക്. ഉമ്മച്ചി കാണുമ്പോ അറിയണ്ടേ നീ വയലിൽ ഇറങ്ങിയെന്നൊക്കെ അറിയണ്ടേ. കുറച്ച് ചെളി. മക്കള് മാറി. ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്കും അവർ വീണ്ടും ജോലിയെല്ലാം തുടങ്ങിയായിരുന്നു. ആരും പ്ലാസ്റ്റിക് ഒന്നും വെള്ളത്തിൽ കളയരുത്. നീ അല്ലേടാ നേരത്തെ കുപ്പി എടുത്ത് വെള്ളത്തിൽ ഇറങ്ങി. വേണ്ട, നമ്മളെ ഇവിടുത്തെ മെയിൻ താരം വരുന്നുണ്ട്. താരം അമ്മാവനെ കൊണ്ട്. അമ്മാവനാണ് നമ്മൾ ഈ വയലിന്റെ ഫുള്ള് നോട്ടം. ഉണ്ട് ഷൂട്ടിംഗ് ഉണ്ട്. നമ്മളെ പറഞ്ഞു കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഷൂട്ട് ചെയ്യിപ്പിങ്ങനെയാണ് വേണ്ട. എന്നാലും നിങ്ങളൊരു പാട്ട് നമ്മൾ പ്രതീക്ഷിച്ച്. പാട്ടൊക്കെ ഞാൻ പാടിത്തരാം, സമാനപ്പെട്ട്. നിങ്ങൾ അതിൽ കണ്ടതാണോ? ആദ്യം പോലെ കാണാ. നിങ്ങൾ പറ പേര്. അതെന്തായിരുന്നു? പേരെന്തായിരുന്നു അതിന്റെ? കൂട ഒന്നുമല്ല, ഏടാകൂട. യൂട്യൂബിലുണ്ടോ? അത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി. രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പം വന്നിട്ടുണ്ട്. ഏടാകൂട അല്ലേ? ഏടാകൂട. അതിൽ രണ്ടാമത്തെ എപ്പിസോഡ്. അതിലും ഞാൻ നല്ല മെയിൻ നായകൻ. പക്ഷേ നിങ്ങൾ ആർക്കും എന്നെ അറിഞ്ഞൂടാ. പിന്നെന്ത്? നിങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിയും. അതാണ് നിങ്ങൾ. മതി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ടാറ്റാ.